ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SCERT 9ാം സ്റ്റാൻഡേർഡിലെ ജീവശാസ്ത്രം 1ാം പാർട്ടിലെ 3ാമത്തെ അധ്യായം പഠിക്കാം. ശ്വസനവും വിസർജനവും. ജീവികളിലെ ശ്വസന പ്രക്രിയയെ ലളിതമായി വിശദീകരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രജ്ഞനാണ് 18ാം നൂറ്റാണ്ടിലെ അന്റോയിൻ ലാവോസിയർ. വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയയാണ് എന്ന് അദ്ദേഹം അനുമാനിച്ചു. അപ്പൊ ആരാണ് ജീവികളിലെ ശ്വസന പ്രക്രിയ ലളിതമായി വിശദീകരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രജ്ഞൻ? ആന്റോയിൻ ലാവോസിയർ. ഇവിടെ ഒരു പരീക്ഷണമൊക്കെ പറയുന്നുണ്ട്, അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. മനുഷ്യനിൽ ഊർജോൽപാദനത്തിന് ആവശ്യമായതത്രയും ഓക്സിജൻ കോശങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വളരെ വലിയ ശ്വസന പ്രതലം ആവശ്യമാണ്. അപ്പം മനുഷ്യനിൽ ഊർജോൽപാദനത്തിന് ആവശ്യമായ ഓക്സിജൻ കോശങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? വളരെ വലിയൊരു ശ്വസന പ്രതലം ആവശ്യമാണ്. അപ്പം മനുഷ്യനിലെ ശ്വസന പ്രതലം ഏതാണ്? അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്വസനിക. ശ്വസനികയുടെ ശാഖ ആൽവിയോലസുകളിലേക്ക് തുറക്കുന്നു. ഇതാണ് ശ്വസനിക എന്ന് പറയുന്നത്. ശ്വസനികയുടെ ശാഖ എങ്ങോട്ടാ തുറക്കുന്നത്? ആൽവിയോലസിലേക്ക് തുറക്കുന്നു. അപ്പോൾ രണ്ട് ശ്വാസകോശങ്ങൾ വേണം അല്ലേ? ആദ്യം വേണ്ടത് ശ്വാസകോശങ്ങളാണ്. രണ്ട് ശ്വാസകോശങ്ങൾ വേണം. പിന്നീട് ഇവിടെ നിന്നും, അതായത് നോസ്ട്രിൽ, നാസാരന്ധ്രത്തിൽ നിന്നും ഇവിടേക്ക് വായുവിനെ നമ്മൾ സ്വീകരിക്കുന്നു. മൂക്കിലേക്ക് വായു ഇങ്ങനെ പിന്നെ ഉച്ഛ്വാസത്തിലൂടെ വായു അകത്തേക്ക് കയറുമ്പോൾ അതിങ്ങനെ വരുന്നത് എവിടെയാണ് വരുന്നത്? ശ്വാസകോശങ്ങളിലാണ് എത്തുന്നത്. ഇതിലേക്കൂടെയാണ് ശ്വസനികയിൽ കൂടെയാണ് അത് ശ്വാസകോശങ്ങളിൽ എത്തുന്നത്. അപ്പൊ പ്ലൂറ, അടുത്തത് പറയുന്നത് പ്ലൂറയാണ്. പ്ലൂറ എന്ന് പറയുന്നത് എന്താണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ശ്വാസകോശം ഭാഗ്യക്ഷതങ്ങളെയൊക്കെ ഏൽക്കാതെ അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലമാണ് പ്ലൂറ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് ഡയഫ്രം ആണ്. ഡയഫ്രം എന്താണ്? ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി, അതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൽവിയോലസ് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. ശ്വസനിക തുറക്കുന്നത് ആൽവിയോലസിലാണ്. ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്തര അറകൾ, ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നു. അതാണ് കാണിച്ചിട്ടുണ്ട്. ഈ ആൽവിയോലസിന്റെ ഉപരിതലത്തിലെല്ലാം എന്താണ്? വലക്കണ്ണികൾ പോലെ ഒരുപാട് രക്തലോമികകൾ കാണപ്പെടുന്നു. രണ്ട് ശ്വാസകോശങ്ങളിലുമായി ഏകദേശം 70 കോടി ആൽവിയോലസുകളുണ്ട്. ആൽവിയോലസുകളുടെ പ്രതല വിസ്തീർണം ഏകദേശം 70 മീറ്റർ സ്ക്വയർ ആണ്. ഇവ ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. അപ്പോൾ ആൽവിയോലസ് എന്താണ് ചെയ്യുന്നത്? ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. അന്തരീക്ഷ വായു ഇതിലേക്കൂടെയാണ് വരുന്നത്? നാസാരന്ധ്രത്തിലൂടെ, നോസ്ട്രിൽസിലൂടെ ആൽവിയോലസിലേക്ക് എത്തുന്നു. അപ്പൊ അതിനുശേഷം എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. വെന്റിലേഷൻ. അപ്പൊ അതിനു മുമ്പ് വെന്റിലേഷൻ എന്താണെന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിന്റെ സഞ്ചാരമാണ് വെന്റിലേഷൻ. അപ്പൊ അന്തരീക്ഷത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്കും അവിടെ നിന്നും ശ്വാസകോശത്തിൽ നിന്നും തിരിച്ചുമുള്ള വായുവിന്റെ സഞ്ചാരത്തിന് പറയുന്ന പേരാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഘട്ടങ്ങളുണ്ട്, ഉച്ഛ്വാസവും ഉണ്ട്, നിശ്വാസവും ഉണ്ട്, ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. നമ്മൾ അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റുന്ന പ്രക്രിയയാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ശ്വാസകോശത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു, അതിനെയാണ് നിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ഉച്ഛ്വാസം എടുക്കുമ്പോൾ, ഇങ്ങനെ വായു വലിച്ച് ശ്വാസകോശത്തിലേക്ക് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്റർകോസ്റ്റൽ പേശി സങ്കോചിക്കുന്നു, വാരിയൽ ഉയരുന്നു, ഡയഫ്രം സങ്കോചിക്കുന്നു. തിരിച്ച് നിശ്വാസത്തിലൂടെ വായു പുറത്തേക്ക് വരുമ്പോഴോ ഇന്റർകോസ്റ്റൽ പേശി പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, വാരിയല് താഴുന്നു, ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഇനി പറയുന്നത് ഇതാണ് ശ്വസന പ്രക്രിയയുടെ ആദ്യഘട്ടം. വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്നു. ആൽവിയോലസിലെത്തിയ വായുവിൽ നിന്നും ഓക്സിജനെ രക്തത്തിലേക്കും രക്തത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോലസിലേക്കും കൈമാറുന്നു. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. അപ്പൊ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ നാസാരന്ധ്രം വഴി വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസകോശങ്ങളിലേക്ക് എടുക്കുന്നു. അപ്പൊ അവിടെ നിന്നും
ഈ ശ്വാസകോശത്തിൽ എത്തിയ വായുവിൽ നിന്നും ഓക്സിജനെ രക്തത്തിലേക്കും രക്തത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോലസിലേക്കും കൈമാറുന്നു. ഇതാണ് ശ്വസനത്തിന്റെ രണ്ടാമത്തെ ഘട്ടം. അപ്പൊ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആൽവിയോലാർ വാതക വിനിമയം. ആൽവിയോലാർ വാതക വിനിമയം. ആൽവിയോലസുകളും അവയെ പൊതിഞ്ഞിരിക്കുന്ന രക്തലോമികകളിലെ രക്തവുമായാണ് വാതക വിനിമയം നടക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ആൽവിയോലസിൽ പൊതിഞ്ഞു ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആൽവിയോലസുകളും അവയെ പൊതിഞ്ഞിരിക്കുന്ന ഈ രക്തലോമികകളിലെ രക്തവുമായിട്ടാണ് എന്ത് നടക്കുന്നത്? വാതക വിനിമയം നടക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, നമ്മൾ അന്തരീക്ഷത്തിൽ നിന്നും വായുവിനെ സ്വീകരിക്കുന്നു, അത് ആൽവിയോലസിൽ എത്തുന്നു. അപ്പോൾ ആൽവിയോലസിൽ കണ്ട് ഒരുപാട് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓക്സിജന്റെ ഗാഢത കൂടുതലാണ്. എവിടെയാണ്? ആൽവിയോലസിൽ. അപ്പോൾ ആൽവിയോലസിന്റെ ഭിത്തിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൽവിയോലസിന്റെ ഭിത്തി ഒറ്റനിര കോശങ്ങളാൽ നിർമ്മിതമാണ്. ഭിത്തി ഒറ്റനിര കോശങ്ങളാൽ നിർമ്മിതമാണ്. പിന്നീട് ഈർപ്പം ധാരാളമായിട്ട് ഇവിടെ അടങ്ങിയിട്ടുണ്ട്. ശ്വസനവാതകങ്ങൾ ലയിക്കുന്നു, ഡിഫ്യൂഷൻ എളുപ്പമാകുന്നു. അപ്പോൾ ശ്വസനവാതകങ്ങൾ വേഗത്തിൽ ലയിക്കുന്നു, ഡിഫ്യൂഷൻ എളുപ്പമാകുന്നു. അതാണ് ഈർപ്പത്തിന്റെ തോത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉച്ഛ്വാസവായുവിൽ നിന്നും ഓക്സിജൻ നേരെ ആൽവിയോലസിൽ എത്തുന്നു. ഒരുപാട് ഓക്സിജൻ ഉണ്ട് ഇവിടെ, അല്ലേ? അപ്പോൾ എന്താണ്? ഗാഢത കൂടുതലാണ്, ഓക്സിജന്റെ ഗാഢത കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ഗാഢതയുള്ളിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് പോകുന്നു, അല്ലേ? ഡിഫ്യൂഷൻ. അപ്പം അത് ഈ രക്തലോമികളിലുള്ള ഓക്സിജൻ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ട് ഓക്സിജൻ കടക്കുന്നു, രക്തലോമികളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഈ വരുന്ന രക്തലോമികളിൽ എന്താണ് കൂടുതൽ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢതയാണ് കൂടുതൽ. അപ്പം എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഗാഢത കുറവാണ്, ആൽവിയോലസിൽ ഗാഢത കുറവാണ്. അപ്പം അങ്ങോട്ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നു. അപ്പോൾ ഈ ഇവിടെ നടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും പോകുന്നു, അവിടുന്ന് ഇങ്ങോട്ട് അകത്തോട്ടുള്ള ഓക്സിജൻ രക്തലോമികളിലേക്കും വരുന്നു. ഇത്രയാണ് ആൽവിയോലാർ വാതക വിനിമയം എന്ന് പറയുന്നത്. ഇനി പറയുന്നത് സർഫെക്റ്റന്റ്. എന്താണ് സർഫെക്റ്റന്റ്? വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ആൽവിയോലസുകളെ സഹായിക്കുന്നത് അതിനുള്ളിലെ സർഫെക്റ്റന്റ് എന്ന പദാർത്ഥങ്ങളാണ്. ഇവയുടെ അളവ് തീരെ കുറവായാൽ വെന്റിലേഷൻ ബുദ്ധിമുട്ടായിരിക്കും. മാസം തികയാതെ ജനിക്കുന്ന ശിശുക്കളിലാണ് സാധാരണയായി ഈ അവസ്ഥ കണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് സർഫെക്റ്റന്റ് എന്ന് പറയുന്നത്? വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ആൽവിയോലസുകളെ സഹായിക്കുന്നതാണ് അതിനുള്ളിലെ സർഫെക്റ്റന്റ്. അപ്പോൾ ഈ സർഫെക്റ്റന്റിന്റെ അളവ് അങ്ങ് കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം മാസം തികയാതെ ജനിക്കുന്ന ശിശുക്കളിലാണ് സാധാരണയായിട്ട് ഈ അവസ്ഥ കണ്ടുവരുന്നത്. ഇനി പറയുന്നത് ശ്വസനത്തിന്റെ ഇരു ഘട്ടങ്ങളും ഉൾപ്പെടുത്തി ആൽവിയോലാർ വാതക വിനിമയം നടക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, 2 ഘട്ടങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യം അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജനെ സ്വീകരിക്കുന്നു. ഓക്സിജനെ സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആൽവിയോലസിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലായതിനാൽ ആൽവിയോലാർ രക്തലോമികളിലെ രക്തത്തിലേക്ക് ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. എന്ത് സംഭവിക്കും? നമ്മൾ ഓക്സിജനെ സ്വീകരിക്കുമ്പോൾ, ഇങ്ങനെ ശ്വാസമെടുത്ത് ഓക്സിജനെ സ്വീകരിക്കുമ്പോൾ ആൽവിയോലസിൽ ഓക്സിജന്റെ ഗാഢത കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? ആൽവിയോലസിലെ രക്തലോമികളിലെ രക്തത്തിലേക്ക് ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. ശ്വാസകോശത്തിൽ വെച്ച് ചെറിയൊരു ഭാഗം ഓക്സിജൻ പ്ലാസ്മയിൽ ലയിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ഓക്സിജൻ ശ്വാസകോശത്തിൽ എത്തുന്ന ഓക്സിജന്റെ ചെറിയൊരു ഭാഗം എവിടെ ലയിക്കുന്നു? പ്ലാസ്മയിൽ ലയിക്കുന്നു. ബാക്കി ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. ബാക്കി വരുന്ന ഓക്സിജൻ ഓക്സി ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. കോശത്തിനകത്ത് വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ സ്വതന്ത്രമാകുന്നു. അപ്പോൾ ഈ കോശത്തിനകത്ത് വെച്ച് എന്ത് സംഭവിക്കുന്നു? ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ ആകുന്നു. രക്തത്തിൽ നിന്നും ഓക്സിജൻ ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്നും കോശത്തിലേക്കും പ്രവേശിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? രക്തത്തിൽ നിന്നും ഓക്സിജൻ എങ്ങോട്ട് പോകുന്നു? ടിഷ്യൂ ദ്രവത്തിലേക്കും പോകുന്നു, അവിടെ നിന്നും കോശത്തിലേക്കും പ്രവേശിക്കുന്നു ഡിഫ്യൂഷൻ വഴി. പിന്നീട് പറയുന്ന കോശ ശ്വസനം ആണ്. കോശ ശ്വസനത്തിന് 2 ഘട്ടങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. എന്തൊക്കെയാണ്?
ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. അപ്പോൾ ആദ്യം ഗ്ലൈക്കോളിസിസ് എന്താണെന്ന് നോക്കാം. കോശ ശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ നടക്കുന്നു. ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. അപ്പോൾ എന്താണ് ഗ്ലൈക്കോളിസിസ്? കോശശ്വസനത്തിന്റെ ആദ്യഘട്ടമാണ്. കോശദ്രവ്യത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഓക്സിജന്റെ ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ക്രെബ്സ് സൈക്കിൾ ആണ്. കോശശ്വസനത്തിന്റെ രണ്ടാം ഘട്ടം മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നു. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് പവർ ഹൗസ് ഓഫ് സെൽ. ഒരു കോശത്തിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയാണ്. അപ്പോൾ മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് ക്രെബ്സ് സൈക്കിൾ രണ്ടാം ഘട്ടം നടക്കുന്നത്. ഓക്സിജൻ ആവശ്യമാണ്. പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. എനർജി ഒരുപാട് കൂടുതലാണ്. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ആണ് കോശ ശ്വസനം. പിന്നീട് സിസ്റ്റമിക് വാതക വിനിമയം. കോശങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്നും രക്തത്തിലേക്കും പ്രവേശിക്കുന്നു. അപ്പൊ കോശ ശ്വസനം വഴി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? സിസ്റ്റമിക് വാതക വിനിമയം വഴി ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്നും രക്തത്തിലേക്കും പ്രവേശിക്കുന്നു. അങ്ങനെയാണ് ആ രക്തലോമികളിൽ ഉള്ള രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയത്. നമ്മൾ ആദ്യം കണ്ടായിരുന്നു പിന്നെ ആൽവിയോലസിനെ പൊതിഞ്ഞ് ഉള്ള ആ രക്തലോമികൾ ഉണ്ടെന്ന്. അപ്പൊ ആ രക്തലോമികളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എങ്ങനെയാണ് കൂടിയത്? കോശശ്വസനം വഴി കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്നും രക്തത്തിലേക്കും പ്രവേശിച്ചു. പിന്നീട് 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ലയിക്കുന്നു. 23% ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. 70% RBCയിൽ ജലവുമായി സംയോജിച്ച് ബൈകാർബണേറ്റ് ആകുന്നു. പിന്നീട് ആൽവിയോളാർ രക്തലോമികകളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ എത്തുന്നു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത പ്ലാസ്മയിൽ കൂടുതലായതിനാൽ ആൽവിയോലസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷനിലൂടെ ആൽവിയോലസിലേക്ക് വരുമ്പോൾ അത് എന്ത് ചെയ്യും? അതങ്ങ് ശ്വാസകോശം വഴി വീണ്ടും നിശ്വാസം എടുക്കുമ്പോൾ അതങ്ങ് പുറത്തു പോകുന്നു. അങ്ങനെയാണ് വാതക വിനിമയം അവിടെ നടക്കുന്നത്. ഓക്സിജൻ ആൽവിയോലസിലെത്തിയിട്ട് അത് രക്തത്തിലേക്ക് പോകുന്നു. രക്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോലസിലെത്തിയിട്ട് പുറത്തേക്ക് പോകുന്നു. ഇതാണ് വാതക വിനിമയം. ശ്വാസകോശങ്ങളിൽ നടക്കുന്ന വാതക സംവഹനം. ഇനി പറയുന്നത് കോശ ശ്വസന ഫലമായി ഉണ്ടാകുന്ന ATP തന്മാത്രകളാണ്. നമ്മൾ പറഞ്ഞായിരുന്നു കോശശ്വസനം വഴി ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. രണ്ടാം ക്രെബ്സ് സൈക്കിളിലാണ് ഏറ്റവും കൂടുതൽ ATP തന്മാത്രകൾ ഉണ്ടാകുന്നത്. 28 ഉണ്ടാകുന്നത്. അപ്പൊ ആ ATP തന്മാത്രകളാണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ സ്രോതസ്. ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡും ഒരു പരിധിവരെ ജലവും ഉടൻ തന്നെ നിശ്വാസവായുവിലൂടെ പുറന്തള്ളുന്നു. ഇപ്രകാരം കോശ ശ്വസനവാതകങ്ങളുടെ സംവഹനവും കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയും ചേരുന്നതാണ് ശ്വസനം. ഹാൻസ് അഡോൾഫ് ക്രെബ്സ് എന്ന ജർമ്മൻ ബയോകെമിസ്റ്റ് ആണ് കോശ ശ്വസനത്തിലെ രണ്ടാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത്. അതിനാലാണ് ഈ ഘട്ടം ക്രെബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. ഈ കണ്ടെത്തലിന് 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഫ്രിക്സ് ലിപ്മാനോടൊപ്പം അദ്ദേഹം പങ്കുവച്ചു. അപ്പം ക്രെബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹാൻസ് അഡോൾഫ് ക്രെബ്സ് ആണ് ഈ രണ്ടാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ആ ഘട്ടത്തിനെ ക്രെബ്സ് സൈക്കിൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? RBCയിലെ വർണ്ണവസ്തുവാണ്. അപ്പോൾ RBCക്ക് ചുമപ്പ് കളർ കൊടുക്കുന്നത് ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീനാണ്. ഇരുമ്പ് മുഖ്യ ഘടകമാണ് ഇതിനകത്ത്, ഹീമോഗ്ലോബിനകത്ത്. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യുന്നു. ഹീമോഗ്ലോബിന്റെ അളവ്
സ്ത്രീകളിൽ 12 മുതൽ 16 ഗ്രാം പെർ ഡെസിലിറ്ററും പുരുഷന്മാരിൽ ഡെസിലിറ്റർ രക്തവും പുരുഷന്മാരിൽ 14 മുതൽ 18 ഗ്രാം പെർ ഡെസിലിറ്റർ രക്തവുമാണ്. അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാകുന്നു. അപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ എന്താണ്? അനീമിയ. ഇനി ശ്വസനം മറ്റ് ജീവികളിൽ. ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവികളിലെ ശ്വസന പ്രക്രിയ മനുഷ്യരേതിന് സമാനമാണ്. എന്നാൽ വാതക വിനിമയം, സംവഹനം എന്നിവയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കിവിടെ അമീബ, മണ്ണിര, മത്സ്യവയുടെ ഒക്കെ ശ്വസനമാണ് കാണിച്ചിരിക്കുന്നത്. അമീബ ശ്വസിക്കുന്നത് ഏതുവഴിയാണ്? കോശസ്തരം വഴിയാണ് അമീബ ശ്വസിക്കുന്നത്. മണ്ണിര ശ്വസിക്കുന്നത് ത്വക്ക് വഴിയാണ്, സ്കിൻ. അപ്പൊ മണ്ണിരയുടെ ശ്വസനാവയവം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ത്വക്കാണ്. മത്സ്യത്തിന്റെ ശ്വസനാവയവം ഏതാണെന്ന് ചോദിച്ചാൽ ശകുലം, ഗിൽസ്. അപ്പൊ മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്കും മത്സ്യത്തിന്റെ ശ്വസനാവയവം ശകുലം അഥവാ ഗില്ലും ആണ്. ഇനി പറയുന്നത് സസ്യങ്ങളിലെ കോശ ശ്വസനമാണ്. അപ്പൊ ഇവയ്ക്ക് ശ്വസന വ്യവസ്ഥയോ വാതക സംവഹനത്തിനായി പ്രത്യേക അവയവങ്ങളോ ഇല്ല. എന്നാൽ ഇല, കാണ്ഡം, വേര് എന്നിവിടങ്ങളിൽ വാതക വിനിമയത്തിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇലയിലും ഇളം കാണ്ഡങ്ങളിലും ഉള്ള ചെറു സുഷിരങ്ങളായ സ്റ്റൊമേറ്റ. ഏതാണ് ഇലയിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്നത്? വാതക സംവഹനത്തിന് സ്റ്റൊമേറ്റ. കട്ടി കൂടിയ കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങളായ ലെൻഡീസ് സെല്ലുകൾ. അപ്പൊ ഇലയിലും ഇളം കാണ്ഡത്തിലും കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണ് സ്റ്റൊമേറ്റകൾ. കട്ടി കൂടിയ കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങൾ ഏതാണ്? ലെൻഡി സെല്ലുകൾ. മൺതരികൾക്കിടയിലുള്ള വായുവുമായി വാതക വിനിമയം നടത്തുന്ന വേരിലെ കോശങ്ങൾ. അപ്പോൾ മൺതരികൾക്കിടയിൽ ഏതാണ്? വേരിലെ കോശങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ്? സ്റ്റൊമേറ്റ, ലെൻഡി സെല്ലുകൾ, വേരിലെ കോശങ്ങൾ. ഇവിടെ ഇതുവഴിയാണ് സസ്യങ്ങളിൽ വാതക സംവഹനം നടക്കുന്നത്. സ്റ്റൊമേറ്റ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രിയിൽ അടയുകയും ചെയ്യുന്നു. ഇലകളിലെ മീസോഫിൽ കോശങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു മീസോഫിൽ കോശങ്ങൾ, അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ്, അതിൽ ക്ലോറോഫിൽ, ഗ്രാന, ഇതെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു സെക്കൻഡ് ചാപ്റ്ററിൽ അല്ലേ. അപ്പം ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന്റെ തോത് കൂടുതലായതിനാൽ ഉണ്ടാകുന്ന ഓക്സിജനെ ശ്വസനത്തിനായി ഉപയോഗിക്കുകയും അധികമുള്ള ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. തികയാത്തത് അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിക്കുന്നു. രാത്രികാലങ്ങളിൽ സ്റ്റൊമേറ്റ അടയുമ്പോൾ ഡിഫ്യൂഷനിലൂടെ ശ്വസനവാതകങ്ങളുടെ വിനിമയം നടക്കുന്നു. രാത്രികാലങ്ങളിൽ സ്റ്റൊമേറ്റ അടയുമ്പോൾ എന്ത് നടക്കുന്നു? ഡിഫ്യൂഷനിലൂടെ ശ്വസനവാതകങ്ങളുടെ വിനിമയം നടക്കുന്നു. ഇനി പറയുന്നത് മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചാണ്. ഇത്തരം ശ്വസനത്തെ എയറോബിക് ശ്വസനം എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ്? മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നത് എങ്ങനെയാണ്? ഓക്സിജൻ ഉപയോഗിച്ചാണ്. ഇത്തരം ശ്വസനത്തിനെ പറയുന്ന പേരാണ് എയറോബിക് ശ്വസനം, എയറോബിക് റെസ്പിറേഷൻ. എന്നാൽ ചില ബാക്ടീരിയകൾ, ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്നത് എങ്ങനെയാണ്? ഓക്സിജൻ ഉപയോഗിക്കാതെയാണ്. ഇത്തരം ശ്വസനത്തെയാണ് അനൈറോബിക് ശ്വസനം എന്ന് വിളിക്കുന്നത്. അപ്പം ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന ശ്വസനമാണ് അനൈറോബിക് ശ്വസനം. ഓക്സിജൻ ഉപയോഗിക്കാതെ നടക്കുന്നത്. അത് ഏതിനൊക്കെയാണ് നടക്കുന്നത്? ബാക്ടീരിയകൾ, ചില ബാക്ടീരിയകൾ, ഈസ്റ്റ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലാക്ടോബാസിലസ് ബാക്ടീരിയയിൽ നടക്കുന്നത് ഗ്ലൂക്കോസ് 2 ATP അവിടെ ഉണ്ടാകുന്നു, പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു, ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു. അതായത് പാലിനകത്തുള്ള ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ എന്ന് പറയുന്നത്. പാല് പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നീട് ഈസ്റ്റിനകത്ത് നടക്കുന്നത് നോക്കൂ. ഗ്ലൂക്കോസ് 2 ATP തന്മാത്ര, പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു, 2 ATP അവിടെ ഉണ്ടാകുന്നു, ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. ഈസ്റ്റ് മറ്റേ നമ്മൾ മാവൊക്കെ പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഈസ്റ്റ്. അപ്പം മാവ് പുളിപ്പിക്കാൻ ഈസ്റ്റ് ചേർക്കുന്നു, തൈരുണ്ടാക്കാൻ പാലിൽ തൈര് ചേർക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്? അനഎറോബിക് ശ്വസനത്തിന് ഉദാഹരണം. ഏതൊക്കെയാണ്? മാവ് പുളിപ്പിക്കാൻ ഈസ്റ്റ് ചേർക്കുന്നതും തൈരുണ്ടാക്കാൻ പാലിൽ തൈര് ചേർക്കുന്നു. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? അനഎറോബിക്
ശ്വസനത്തിന് ഉദാഹരണമാണ്. ഗ്ലൂക്കോസിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എപ്രകാരമാണെന്ന് മനസ്സിലായി. ഇതടക്കമുള്ള മെറ്റാബോളിക് പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങളും ഉണ്ടാകുന്നു. അപ്പം ഈ മെറ്റാബോളിക്, അതായത് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഈ മെറ്റാബോളിക് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങളും ഉണ്ടാകുന്നു. ഇവ ആന്തര സമസ്ഥിതിക്ക് ദോഷകരമായതാൽ മാലിന്യം എന്ന നിലയിലേക്ക് മാറുന്നു. അപ്പൊ ഇതൊക്കെ ആന്തര പരിസ്ഥിതിക്ക് ദോഷമായാൽ എന്താകുന്നു? മാലിന്യം എന്ന നിലയിലേക്ക് മാറുന്നു. ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? വിസർജനം. അപ്പൊ എന്താണ്? മെറ്റാബോളിക് പ്രവർത്തന ഫലമായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷകരമായ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രക്രിയയ്ക്കാണ് പറയുന്നത് എന്താണ്? വിസർജനം. കോശ ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ശരീരത്തിൽ നിന്നും യഥാസമയം പുറന്തള്ളുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പം എങ്ങനെയാ വാതകത്തിലൂടെ പുറന്തള്ളുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നാൽ പല ജീവൽ പ്രവർത്തനങ്ങൾക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രോട്ടീൻ മെറ്റാബോളിസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന പ്രവർത്തനം. അപ്പൊ യൂറിയ നിർമ്മാണത്തിനെ കുറിച്ചാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോശത്തിൽ പ്രോട്ടീൻ മെറ്റാബോളിസം നടക്കുന്നു. രക്തത്തിലേക്ക് അമോണിയ ഉണ്ടാകുന്നു. കരളിലെ എൻസൈം വഴി യൂറിയ ആകുന്നു, രക്തത്തിൽ കലർന്നു, പിന്നീട് വൃക്കയിലൂടെ കലർന്ന് മൂത്രമായിട്ട് വിസർജ്യമായിട്ട് പുറത്തു പോകുന്നു. ഇവിടെ വൃക്കയുടെ പാർട്ടുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബൊമാൻസ് ക്യാപ്സൂൾ, അഫറന്റ് വെസൽ, ഇഫറന്റ് വെസൽ, അഫറന്റ് വെസൽ, ഡിഫറന്റ് വെസൽ, വൃക്കധമനി, ഗ്ലോമറുലസ്, വൃക്കാസിരകള്, നളിക, ശേഖരണ നാളി കാണിച്ചിട്ടുണ്ട്. വൃക്കാസിര, വൃക്കാധമനി, വൃക്കാനാളിക, ശേഖരണ നാളി, ഗ്ലോമറുലസ്, ഇഫറന്റ് വെസൽ, അഫറന്റ് വെസൽ, ബൊമാൻസ് ക്യാപ്സൂൾ. ഇതൊക്കെയാണ് വൃക്കയുടെ ഭാഗങ്ങൾ. വൃക്കയും അനുബന്ധ ഭാഗങ്ങളും. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. പയർവിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടലിന്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ വൃക്കകളിൽ കാണപ്പെടുന്നു. ഇവയാണ് നെഫ്രോണുകൾ. അപ്പൊ നെഫ്രോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്കകളിൽ കാണപ്പെടുന്ന മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ, അവയാണ് നെഫ്രോണുകൾ. നെഫ്രോണുകൾ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകങ്ങളാണ്. അപ്പൊ വൃക്കയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഏതാണ്? നെഫ്രോണുകളാണ്. ഓരോ വൃക്കയിലും ഏകദേശം 12 ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത്. ഓരോ വൃക്കയിലും ഏകദേശം എത്ര നെഫ്രോണുകളാണുള്ളത്? 12 ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത്. ഇനി പറയുന്നത് എന്താണ്? മൂത്രം രൂപപ്പെടൽ, യൂറിൻ ഫോർമേഷൻ. അപ്പൊ എങ്ങനെയാണ് മൂത്രം വൃക്കകളിൽ ഉണ്ടാകുന്നത് എന്നാണ് പഠിക്കുന്നത്. ആദ്യം സൂക്ഷ്മ അരിക്കൽ, അൾട്രാ ഫിൽട്രേഷൻ. രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. ഇതിന്റെ ഫലമായി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന ദ്രാവകം രൂപപ്പെടുന്നു. അപ്പം രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ അത് അരിക്കപ്പെടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ദ്രാവകത്തിന്റെ പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അഫറന്റ് വെസലിന്റെയും ഇഫറന്റ് വെസലിന്റെയും വ്യാസവ്യത്യാസം മൂലമുണ്ടാകുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയോണുകൾ, വിറ്റാമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവയാണ്. അപ്പൊ പിന്നീട് എന്ത് സംഭവിക്കുന്നു? പുനരാകിരണം നടക്കുന്നു. അപ്പൊ ഇതിലേക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? പുനരാകിരണമാണ് ഇനി നടക്കുന്നത്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്ക നളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്നും അവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഇതിനകത്ത് വീണ്ടും രക്തത്തിന് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടെന്ന് കണ്ടാൽ ഇത് എങ്ങോട്ട് പോകുന്നു? ഈ രക്തക്കുഴലിലേക്ക് വീണ്ടും ആകിരണം ചെയ്യുന്നു. ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളെ വീണ്ടും ആകിരണം ചെയ്യുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ശ്രവണം.
രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്ക നളികയിലേക്ക് സ്രവിക്കപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതിനകത്ത് വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ട് എന്ന് കണ്ടാൽ എന്ത് സംഭവിക്കും? ഇത് വീണ്ടും ഇവിടുന്ന് ഈ രക്തക്കുഴലിൽ നിന്നും ഇങ്ങോട്ട് വൃക്ക നാളികയിലേക്ക് അങ്ങ് സ്രവിപ്പിക്കും. അപ്പോൾ ഇതിൽ പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ രക്തക്കുഴലിലേക്ക് അങ്ങ് ആഗിരണം ചെയ്യും. വേണ്ടാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അത് വീണ്ടും വൃക്ക നാളികയിലേക്ക് സ്രവിപ്പിക്കും. പിന്നീട് എന്താണ്? ശേഖരണ നാളിയിൽ നിന്നും പെൽവിസിലേക്ക് ഒഴുകിയെത്തുന്ന ദ്രാവകം. ഇതിലേക്കൂടെ പിന്നെ എല്ലാ സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വേണ്ടാത്തതൊക്കെ കൊടുത്ത് തിരിച്ചെടുത്ത് വരുന്ന ഈ ദ്രാവകം ആണ് മൂത്രം എന്ന് പറയുന്നത്. ശേഖരണ നാളിയിൽ നിന്നും പെൽവിസിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ദ്രാവകത്തിന് പറയുന്ന പേരാണ് മൂത്രം അഥവാ യൂറിൻ. അപ്പോൾ എന്താണ് യൂറിനിലെ ഘടകങ്ങൾ? മൂത്രത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ. അപ്പോൾ എന്തൊക്കെയാണ്? ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവയാണ് മൂത്രത്തിലെ ഘടകങ്ങൾ. ഇതാണ് മൂത്ര രൂപീകരണം. ഇനി നമ്മൾ പഠിക്കുന്നത് വൃക്കകളുടെ ആരോഗ്യം. വൃക്കകളുടെ ആരോഗ്യത്തിന് വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ പുറന്തള്ളുന്നു. ദീർഘനേരം മൂത്രമൊഴിക്കാതിരിക്കുന്നത് മൂത്രപഥത്തിൽ കാണാനിടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടയും. ഇത് മൂത്രാശയത്തിന്റെ ആന്തരസ്തരത്തിൽ അണുബാധ ഉണ്ടാക്കുകയും ഗുരുതരമായ വൃക്കാരോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം കുടിക്കാതിരുന്നാൽ എന്താണ്? അണുബാധ, മൂത്രത്തിൽ അണുബാധ ഉണ്ടാകും. മൂത്രം കെട്ടി നിന്നാൽ മൂത്രത്തിൽ അണുബാധ ഉണ്ടാകും. അത് വൃക്കയ്ക്ക് ദോഷകരമാണ്. അപ്പം ഇനി പറയുന്നത് മൂത്രത്തിൽ ഈ ഘടകങ്ങളൊക്കെ കണ്ടാൽ അത് ഏതൊക്കെ രോഗത്തിനുള്ള സാധ്യതകളാണ് എന്നാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ആണ് കാണുന്നതെങ്കിൽ പ്രമേഹത്തിനുള്ള സാധ്യതയുണ്ട്. ആൽബുമിനാണെങ്കിലോ വൃക്ക രോഗങ്ങൾ, രക്തം, വൃക്ക രോഗങ്ങൾ, ബിലിറുബിൻ, മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമാണ് ബിലിറുബിൻ മൂത്രത്തിൽ കാണപ്പെടുന്നത്. കാൽഷ്യം ഓക്സലേറ്റ് തരികളാണ് കാണുന്നതെങ്കിൽ വൃക്കയിലെ കല്ല് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. പഴുപ്പ് കോശങ്ങളാണ് കാണുന്നതെങ്കിൽ മൂത്രപഥത്തിലെ അണുബാധയാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ് ആണെങ്കിൽ പ്രമേഹം, ആൽബുമിൻ വൃക്കരോഗങ്ങൾ, രക്തം, വൃക്കരോഗങ്ങൾ, ബിലിറുബിൻ മഞ്ഞപ്പിത്തം, കാൽഷ്യം ഓക്സലേറ്റ് തരികളാണെങ്കിൽ വൃക്കയിലെ കല്ല്, പഴുപ്പ് കോശങ്ങൾ മൂത്രപഥത്തിലെ അണുബാധ. മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം പരിശോധിക്കാം. വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ 2 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് 20 മില്ലി മൂത്ര സാമ്പിൾ എടുക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് 2 മില്ലി മൂത്ര സാമ്പിൾ എടുക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് 2 മില്ലി ഗ്ലൂക്കോസ് ലായനി എടുക്കുക. 2 ടെസ്റ്റ് ട്യൂബിലേക്കും ഡ്രോപ്പർ ഉപയോഗിച്ച് 2 മില്ലി ബെനഡിക്റ്റ് റീഏജന്റ്. അപ്പം ഇതാണ് ബെനഡിക്റ്റ് റീഏജന്റ്. അതിനകത്ത് പഠിക്കാനുള്ളത് ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം പരിശോധിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബെനഡിക്റ്റ് റീഏജന്റ്. എന്താണ് ബെനഡിക്റ്റ് റീഏജന്റ്? ഇനി പറയുന്നത് വൃക്കയെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ്. വൃക്കയിലെ കല്ല്, നെഫ്രൈറ്റിസ്, യുറീമിയ മുതലായവ. ഏതൊക്കെയാണ്? വൃക്കയിലെ കല്ല്, നെഫ്രൈറ്റിസ്, യുറീമിയ. വൃക്കയിലെ കല്ല്, നെഫ്രൈറ്റിസ്, യുറീമിയ. ഇനി ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായാൽ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ തടസ്സപ്പെടും. തന്മൂലം വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കും. ഇത് ആന്തര സമസ്ഥിതിയെ തകരാറിലാക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ ജീവൻ രക്ഷിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഹീമോഡയാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഹീമോഡയാലിസിസ് എന്താണ്? ഇരുവൃക്കകളും തകരാറിലായ രോഗികൾക്ക് രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ്. ഇനി പറയുന്നത് ഈ ജന്തുക്കളിലെ വിസർജ്യ പ്രക്രിയയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ സസ്യങ്ങളിലെ കാര്യമാണ് പറയുന്നത്. സസ്യങ്ങളിലെ വിസർജന നടക്കുന്നത് എങ്ങനെയാണ്? സ്റ്റൊമേറ്റ ലെന്റിസെൽ അത് പറഞ്ഞായിരുന്നു.
ഇലകളും ചെറിയ കാണ്ഡങ്ങളും ആണെങ്കിൽ സ്റ്റൊമേറ്റ, കട്ടി കൂടിയ കാണ്ഡത്തിൽ ലെന്റിസെൽ വഴി. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ്, ജലബാഷ്പം ഇതൊക്കെയാണ് പുറത്തു പോകുന്നത്. അപ്പോൾ ജലം ലവണങ്ങളൊക്കെ പുറത്തു പോകുന്നത് ഹൈഡത്തോട് വഴിയാണ്. ഹൈഡത്തോട്. അപ്പോൾ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ് ഹൈഡത്തോട് എന്ന് പറയുന്നത്. ഈ ഖരമാലിന്യങ്ങളാണെങ്കിൽ പുറത്തു പോകുന്നത് എങ്ങനെയാണ്? റെസിനുകൾ, പുറന്തൊലി, പഴുത്ത ഇലകളും കായ്കളും, കൊഴിയൽ, കാതൽ രൂപീകരണം. എന്തൊക്കെയാണ് ഖരമാലിന്യങ്ങൾ? റെസിനുകൾ, പുറന്തൊലി, പഴുത്ത ഇലകളും കായ്കളും, കൊഴിയൽ, കാതൽ രൂപീകരണം. അങ്ങനെയൊക്കെയാണ് ഖരമാലിന്യങ്ങൾ പുറത്തു പോകുന്നത്. അപ്പോൾ ഏതൊക്കെ വഴിയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ജലബാഷ്പവും ഒക്കെ സ്റ്റൊമേറ്റ, ലെന്റിസെൽ വഴിയും, ജലവും ലവണങ്ങളും ഹൈഡത്തോട് വഴിയും. ഖരമാലിന്യങ്ങൾ റെസിനുകൾ, പുറന്തൊലി, പഴുത്ത ഇലകളും കായ്കളും, കൊഴിയൽ, കാതൽ രൂപീകരണം. ഇങ്ങനെയൊക്കെയാണ് സസ്യങ്ങളിൽ വിസർജ്യങ്ങൾ പുറത്തു പോകുന്നത്. ഇനി പറയുന്നത് സമസ്ഥിതി പാലനം. സമസ്ഥിതി പാലനമാണല്ലോ ജീവന്റെ അടയാളം. കരൾ, വൃക്ക, ശ്വാസകോശം, ത്വക്ക് എന്നിവ വിസർജന പ്രക്രിയയിൽ പങ്കെടുക്കുന്നു അല്ലേ? അത് നോക്കാം നമുക്ക്. കരളിലാണെങ്കിലോ മെറ്റാബോളിസത്തെ നിയന്ത്രിക്കുന്നു, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. അപ്പോൾ കരൾ എന്താണ് ചെയ്യുന്നത്? മെറ്റാബോളിസത്തെ നിയന്ത്രിക്കുന്നു, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. വൃക്കകളോ ജലലവണ സന്തുലനം, രക്തസമ്മർദ്ദ ക്രമീകരണം, pH ക്രമീകരണം, മാലിന്യങ്ങളെ പുറന്തള്ളുന്നു. ഇതൊക്കെയാണ് ജലലവണ സന്തുലനം, രക്തസമ്മർദ്ദ ക്രമീകരണം, pH ക്രമീകരണം, മാലിന്യങ്ങളെ പുറന്തള്ളുന്നു. ത്വക്കാണെങ്കിലോ താപനില, ജലലവണ ക്രമീകരണം. ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ, ഓക്സിജന്റെ തോത് ക്രമീകരിക്കൽ, pH ക്രമീകരണം. ഇനി ടിഷ്യൂ ദ്രവത്തിന്റെ ഘടന യഥാസമയം ക്രമീകരിച്ച് കോശങ്ങളിൽ എൻസൈമുകൾ പ്രവർത്തിക്കാൻ ഏറ്റവും മികച്ച അവസ്ഥ നൽകുന്നു. ഇതെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം കൊണ്ട് ടിഷ്യൂ ദ്രവത്തിന്റെ ഘടന യഥാസമയം ക്രമീകരിച്ച് കോശങ്ങളിൽ എൻസൈമുകൾ പ്രവർത്തിക്കാൻ ഏറ്റവും മികച്ച അവസ്ഥ നൽകുന്നു. അതാണ് സമസ്ഥിതി പാലനം എന്ന് പറയുന്നത്. ആന്തര പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ഏതൊരു വ്യതിയാനവും സമസ്ഥിതിയെ തകിടം മറിക്കുന്നു. അപ്പോൾ നമ്മുടെ തെറ്റായ ജീവിത ശൈലിയാണ് അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. എന്തൊക്കെയാണ്? തെറ്റായ ആഹാരശീലങ്ങൾ, അമിത പോഷണം, ന്യൂനപോഷണം, വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം, മദ്യപാനം, പുകവലി, മയക്കുമരുന്നുകളുടെ ഉപയോഗം, മലിനീകരണം, ശുചിത്വമില്ലായ്മ, രോഗാണുക്കളുടെ ആധിക്യം, മരുന്നുകളുടെ തെറ്റായ ഉപയോഗം, വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കം. ഇതൊക്കെയാണ് ആന്തര പരിസ്ഥിതിയെ തകരാറിലാക്കുന്നത്. നമ്മുടെ ജീവിത ശൈലിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഇനി ഈ 3 ചാപ്റ്ററിൻ്റെയും കൂടെ ചേർത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരുമ്പോഴത്തേക്ക് 3 ചാപ്റ്ററും നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ.